ടെക്നോളജിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എങ്ങനെ ഇത് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു? നിങ്ങൾക്ക് ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രായമുണ്ട്. നിങ്ങൾ എങ്ങനെ ഇത്രയും കാലം സർവൈവ് ചെയ്തു? അത് തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ. നമ്മളാൽ കഴിയുന്ന അപ്ഡേഷൻസ്, അപ്ഗ്രേഡ് ചെയ്യുക, പല കാര്യങ്ങളും ഇൻഫർമേഷൻസ് നമ്മൾ ഗ്യാദർ ചെയ്യുക, അത് നമ്മൾ തലയിലേക്ക് കയറ്റുക. അത് എത്രത്തോളം ഓഫ് കോഴ്സ് നമ്മൾ ചില കാര്യങ്ങളിൽ കുറച്ച് പുറകോട്ടായി നിൽക്കും, കാരണം നമുക്ക് ശീലമില്ലാത്ത സംഭവമായതുകൊണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഒന്ന് ഈ സയൻസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ സയൻസിനോടുള്ള എൻ്റെ അഭിനിവേശം. ഞാൻ എൻ്റെ അസിസ്റ്റൻസിനോടൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡിജിറ്റൽ യുഗം വരും, നിങ്ങൾ മാറിക്കോളൂ, ഇപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്തോളൂ പറഞ്ഞു. പക്ഷെ അവർ കേട്ടില്ല എന്നുള്ളൊരു ദുഃഖസത്യം. പക്ഷെ അത് അപ്പോൾ ഈ പീരിയോഡിക്കലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ടില്ല, പക്ഷേ പല ഗ്രാഫിക്സ് CG ഒക്കെ വരുമ്പം പലരും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് ഓഫ് കോഴ്സ് അവർ നമ്മളെക്കാൾ വെൽ ഇൻഫോംഡ് ആണ് അതിനെക്കുറിച്ച്. അവർ എന്നോട് ചിലപ്പോൾ കൺസൾട്ട് ചെയ്യാറുണ്ട് എങ്ങനെ അത് ചെയ്ത്. കാരണം എൻ്റെ ഭാഗ്യത്തിന് ഞാൻ അങ്ങനത്തെ കുറേ സിനിമകൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ വരുന്ന മെയിൻ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഒരു കളക്റ്റീവായിട്ടുള്ള സെൻസിബിലിറ്റിയാണ് നമ്മുടെ ജനറേഷൻ ഗ്യാപ്പിൽ ഷിഫ്റ്റിൽ വരുന്ന നമ്മുടെ പ്രശ്നം. നമ്മളൊരു സാധനത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത്, കാരണം ഇത്ര വർഷമായിട്ട് നമ്മുടെ തലയിൽ എംബഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.